Hello friends, നമുക്ക് pivot operator എങ്ങനെ ഡൈനാമിക് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു pivot operator ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ കൺട്രി എന്ന ടേബിളും കസ്റ്റമർ എന്ന ടേബിളും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിച്ചിട്ട് ഓരോ കൺട്രിയുടെ അണ്ടറിലും എത്ര സെയിൽ എമൗണ്ട് വന്നാണ് നമ്മൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു. ഇന്ത്യ 11,000, UK 11,500, USA, UAE എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പിവോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതിലൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഇവിടെ കൺട്രി നെയിം ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺട്രി നെയിം കൂടെ ഹാർഡ് കോഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളം വാല്യൂ, അതായത് പുതിയൊരു കൺട്രി വന്നു വിചാരിക്കുക. ഇപ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞൊരു കൺട്രി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ കൊറിയിലും വന്ന് മാറ്റം വരുത്തണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൈനാമിക് ക്രിയേറ്റ് വാല്യൂ ഗെറ്റ് ചെയ്തോളും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് SQL സെർവറിൻ്റെ 2017 ഓൾഡർ വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ് coalesce ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് നമ്മളൊരു വാല്യൂ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, കൺട്രി നെയിം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിലേക്ക് നമ്മൾ നൾ വാല്യൂ അസൈൻ ചെയ്യുന്നു ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് കൺട്രി നെയിം ലിസ്റ്റിലേക്ക് നമ്മൾ coalesce ഫംഗ്ഷൻ്റെ ഈ വാല്യൂ നൾ വാല്യൂ പറഞ്ഞു കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺട്രിയിലുള്ള നെയിമിലേക്ക് ജസ്റ്റ് കൺകാറ്റിനേറ്റ് ചെയ്തിടുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കോമ സെപ്പറേറ്റർ വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ഇന്ത്യ, UK, USA, UAE. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വേരിയബിളിൽ ഇപ്പോൾ എന്തുണ്ട്, ഈ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഡൈനാമിക് പിവോട്ട് കോഡ് പറഞ്ഞിട്ട്. ഓക്കെ, എൻവാർക്കറാണ്. എന്നിട്ട് ആ വാല്യൂയിലേക്ക് നമ്മൾ നമ്മുടെ ഈ കൊറി, അതായത് ഈ കൊറി ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ സിംഗിൾ കോഡ് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ സിംഗിൾ കോഡ് ക്ലോസ് ചെയ്യുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എൻവാർക്കർ ആയതുകൊണ്ട് നമ്മുടെ എൻ പറയും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഹാർഡ് കോഡ് വാല്യൂസിന് പകരം നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ കൺട്രി നെയിം ലിസ്റ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു സിംഗിൾ കോഡ് ഓപ്പൺ ചെയ്യുന്നു, പ്ലസ് ഓപ്പറേറ്റർ, ഈ വേരിയബിൾ പ്ലസ് ഓപ്പറേറ്റർ, എന്നിട്ട് ആ സിംഗിൾ കോഡ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഡൈനാമിക് പിവോട്ട് കോഡ് നമ്മൾ എക്സിക്യൂട്ട് കമാൻഡ് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഉണ്ടോ, നമ്മൾ ഇതിൽ വാല്യൂ ഒന്നും ഹാർഡ് കോഡ് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനനുസരിച്ച് വാല്യൂസ് നമുക്ക് ഇവിടെ ഗെറ്റ് ചെയ്തു. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഉണ്ടോ, 11,000, 13,500, 11,000, 13,500, USA 12,000, USA 12,000, UAE 5,000, UAE 5,000. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു മെത്തേഡാണ് coalesce ഫംഗ്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് ഇതേ മെത്തേഡ് തന്നെ for XML പാത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. for XML പാത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ കൊറിയാണ് പറഞ്ഞു കൊടുക്കുന്ന വിചാരിക്കുക, XML പാത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇത് കോമ സെപ്പറേറ്റർ വാല്യൂ ആയിട്ട് കിട്ടും. ഇന്ത്യ, UK, USA, UAE എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താ, ഇതിൽ ഫസ്റ്റിലൊരു കോമ സെപ്പറേറ്റർ വാല്യൂ ഉണ്ടാവും, ഈ വാല്യൂ വരും. അതിനെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് റിമൂവ് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുക വെച്ചാൽ ഇന്ത്യ, UK, USA, UAE കോമ സെപ്പറേറ്റർ വാല്യൂ കിട്ടും. ഈ ഡൗൺ സൈഡ് കൊറിയിലെ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ ഈ കോൾസീക്കിന് ഉപയോഗിച്ച അതേ കൊറിയാണ്. ഓക്കെ, ഈ വാല്യൂ നമ്മൾ ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. കണ്ടോ, സെയിം വാല്യൂ, ഇന്ത്യ 11,000, UK 13,500, USA 12,000,
UAE 5000 UAE 5000. ഓക്കെ, ഇനി നമ്മൾ SQL Serverന്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ഒക്കെയാണ്, അതായത് 2017 എബോവ് വേർഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്ട്രിംഗ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സ്ട്രിംഗ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഈ സ്ട്രിംഗ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താലും നമുക്ക് കൺട്രി നെയിം ലിസ്റ്റിൽ ഇതേമാതിരി വാല്യൂ കിട്ടും. ഓക്കെ, നമുക്ക് ഉടനെ കോമ സെപ്പറേറ്റ് വാല്യൂ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? ഇങ്ങനെ ഇന്ത്യ, UK, USA നമുക്ക് വാല്യൂ, നമുക്ക് എന്താ വേണ്ട വെച്ചാൽ എന്ത് വാല്യൂസ് ആണ് നമുക്ക് വേണ്ട വെച്ചാൽ അത് സെപ്പറേറ്റർ വാല്യൂ ആയിട്ട് കൊടുക്കും. ആ വാല്യൂസ് നമുക്ക് നമ്മുടെ ഡൈനാമിക് ക്വറിയിൽ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് 2017 എബോവ് വേർഷനിൽ ഈ ഫംഗ്ഷൻ വർക്ക്ഔട്ട് ആവില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇത് യൂസ് ചെയ്യണം. സ്റ്റഫ് ആൻഡ് XML പാത്തും coalesce ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ബിഫോർ SQL 2017 versions we can use coalesce and stuff and XML path. Above SQL 2017 നമുക്ക് സ്ട്രിംഗ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ.